ഈ മതേതരവാദികളെന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ മതമായി ഒന്നിച്ചുകൂടുകയാണ് അവർ. എന്നിട്ട് എന്നെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ഞാൻ വർഗീയത വളർത്തുന്നു. ഈ വർഗീയത ഇവിടെ പുലർത്തുന്നു പറഞ്ഞിരിപ്പിക്കുന്നത് ആരാ? നിങ്ങൾ നാലോ അങ്ങനെ ഇത്ര മതേതരത്വം പറയുന്നവരാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് ഇത്തരം ആളുകൾ 56% ബാക്കിയുള്ളവർ ഹിന്ദുക്കളൊക്കെ അവിടെ ഇല്ലേ? എത്ര പഞ്ചായത്ത് മെമ്പറുണ്ട് ഹിന്ദുക്കൾ? എത്ര ഈഴവരുണ്ട് അവിടെ? ഒരു പഞ്ചായത്തിൽ, ത്രിതല പഞ്ചായത്തിൽ എന്ത് ഇത്തരം 56% ഇല്ലേ ഉള്ളൂ? ബാക്കി 54%, 44% ഹിന്ദുക്കളുണ്ടല്ല. ഒരു ഹിന്ദുവിനെങ്കിലും ഇവർ ഈ മതേതരം പറയുന്ന ഈ ലീഗുകാരെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഹിന്ദുവിൻ്റെ 4 പേര് നിർത്തിയിട്ടുണ്ട്. ഇത് കബളിപ്പിക്കുകയല്ലേ? ഈ ആക്രമണങ്ങൾക്കെല്ലാം കാരണം എന്താണ്? ഞാനവർ പറഞ്ഞു കേട്ടില്ല. അവരുടെ കൂടെ ഞാൻ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല പുണ്യവാളനാണ്, മതേതരവാദിയാണ്, മുസ്ലിം ബന്ധുവാണ് എന്നെല്ലാം പറഞ്ഞു എന്നെ കൊണ്ടു നടന്നില്ലേ അങ്ങനെ ഒരുപാട് നാൾ. ഈ 3ാമത്തെ പ്രാവശ്യം ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ മുസ്ലിം വിരോധിയാണെന്ന് പറഞ്ഞു. ഞാൻ എന്താ വിരോധം പറഞ്ഞത്? ഒരു സാമൂഹ്യ നീതി മലപ്പുറത്ത് ഇല്ല എന്ന് പറഞ്ഞു. സത്യമല്ലേ? രാഷ്ട്രീയ നീതിയില്ല, വിദ്യാഭ്യാസ നീതിയില്ല, സാമ്പത്തിക നീതിയില്ല. ഇതില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നവർ പറയട്ടെ. ഞാൻ സാമൂഹ്യ നീതിക്ക് വേണ്ടി പറയുന്ന വാക്കുകളല്ലാതെ ഞാൻ ഒരു മുസ്ലിം വിരോധിയിൽ എന്നെ മുസ്ലിം വിരോധിയാക്കി ആണിയടിക്കുകയാണ്. എൻ്റെ കോലം കത്തിച്ചു. അവർ വിചാരിച്ച എന്നെ പോലും കത്തിക്കാൻ സാധിക്കും. കത്തിച്ചോട്ടെ, ഞാൻ തയ്യാർ. എൻ്റെ കോലം എന്തിനു കത്തിക്കുന്നത്? എന്നെ കത്തിയത്. അതുകൊണ്ട് അവർക്ക് ആത്മസംതൃപ്തി അടയാൻ സാധിക്കുമെങ്കിൽ അതാകട്ടെ, അതിന് ഞാൻ തയ്യാറാണ്. അതെല്ലാം ഇല്ലാത്തതും ഉള്ളതും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കി പറഞ്ഞ് പ്രചരിപ്പിക്കുവാനുള്ള ശ്രമവും അതിൽ ചില മീഡിയകൾ അത് ഊതി വീർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഗോപാലനെ രക്ഷിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഗോപാലൻ്റെ വിഷയം കൊണ്ടുവരുന്നതിന് പകരം എൻ്റെ വിഷയം കൊണ്ടുവന്നിട്ട് ഗോപാലകൃഷ്ണൻ്റെ വിഷയം താത്തി ഗോപാല സ്നേഹികളാണ് പലരും. ആ ഗോപാലൻ്റെ പരശുരാജാവിനെ രക്ഷിക്കാൻ എന്നെ ഇങ്ങനെ പൊക്കി എന്നെ നശിപ്പിക്കാൻ നോക്കുന്ന ചാനലുകൾ ദയവ് ചെയ്ത് എന്നോട്, പാവപ്പെടുത്ത ഈഴവ സമുദായത്തോട് നിങ്ങൾ ക്രൂരത കാട്ടിക്കും. പറയണമല്ലോ. കോൺഗ്രസ് എവിടെയാണ്? ലീഗിൻ്റെ തടവറയല്ലേ? കോൺഗ്രസ് എന്നൊരാളെ എടുക്കണമെന്നുണ്ടെങ്കിൽ ലീഗിനോട് ചോദിക്കാൻ എടുക്കാൻ പോവാം. അപ്പോൾ ഈ ലീഗായാലും തിരക്കില്ല. ലീഗ് കോൺഗ്രസ് നമ്മൾ ലീഗിൻ്റെ തടവറയിലാണ്. അപ്പോൾ ലീഗിൻ്റെ തടവറയിൽ നിൽക്കുന്ന കോൺഗ്രസ്സിനെ ലീഗിനോട് തൃപ്തിപ്പെടുത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോകുന്നില്ലേ? ലീഗിലെ നേതാക്കന്മാർ ഒന്നിലധികം കോളേജിൽ ലാസ്റ്റ് ഇറങ്ങിപ്പോകുന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇറങ്ങിപ്പോൾ പോലും ഒപ്പിട്ടെടുത്തപ്പോൾ എൻ്റെ സമുദായത്തിന് എന്ത് കിട്ടി? ഞാനൊരു മുസ്ലിം വിരോധിയല്ല. ഞാനൊരു മുസ്ലിം വിരോധിയാക്കി ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കാനാണ് ലീഗിലെ ചില നേതാക്കന്മാരുടെ ശ്രമം. അപ്പോൾ ഒരു മുസ്ലിം വിരോധിയാണെന്ന് എന്നോട്ടാണ് എന്നെ പറ്റി പറയാൻ തുടങ്ങുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവർ എന്നെയും കൊണ്ട് നടന്നു, ഞങ്ങൾ ബായി ആയിട്ട് നടന്നു. പക്ഷെ അവസാനം വഞ്ചിക്കപ്പെട്ടപ്പോൾ ഞാൻ അവരിൽ നിന്ന് മാറിക്കഴിഞ്ഞ ശേഷമാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ എന്നെ വിളിച്ചതല്ലേ? മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, വെള്ളാപ്പള്ളി വരണം, ഞങ്ങളുടെ കൂടെ തെറ്റുകൾ തിരുത്തി ഇങ്ങോട്ട് പോകാം. ഇപ്പം ചിലപ്പോൾ നിശ്ചയിച്ചേക്കാം. എൻ്റെ പല ഉന്നത നേതാക്കന്മാരില്ലേ? ഞാൻ പറഞ്ഞു ഇനി അങ്ങോട്ട് വരുന്നതല്ല. കാരണം ഞങ്ങളുടെ സമുദായത്തിൻ്റെ അനുഭവം നിങ്ങളിൽ നിന്ന് ഏറ്റവും മോശമായൊരു അനുഭവമാണ് കിട്ടിയത്. മുസ്ലിങ്ങളിൽ ഒരുപാട് നല്ലവരുണ്ട്, പക്ഷേ ലീഗിൽ നിന്ന് കിട്ടിയ ഞങ്ങളുടെ അനുഭവം ഭരണത്തിൻ്റെ പങ്കാളികളാമെന്നും ഇരുന്നുകൊണ്ട് അവിടെ കയറി ഭരണത്തിൽ കിട്ടിയ ശേഷം നിങ്ങൾ ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ അവഹേളിച്ചു. ഞങ്ങൾക്ക് ഒരു നീതി സാമൂഹ്യ നീതി എന്ന് പറഞ്ഞ സമുദായ നീതി ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കണം. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ 56% മുസ്ലിമുള്ളൂ. ഒരു ചാനൽ കയറി പറയുന്നത് 76 ഈ രാജാവിനെയൊക്കെ വലിയ രാജഭക്തി അഭിനയിക്കുന്ന ചില ചാനലുകളുണ്ട്. മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളൊരു രാജ്യമെന്ന് പറയാൻ സാധിക്കില്ല. അത് മുസ്ലിങ്ങളുടെ ആധിപത്യമാണെന്ന് പറഞ്ഞിങ്ങനെ പരത്തുകയല്ലേ ഓരോരുത്തരും. ചാനലും അങ്ങനെ പറയില്ല. 76% ഉണ്ട്.
പച്ചക്കള്ളല്ലേ പറയുന്നത്. 56% മുസ്ലിങ്ങൾ പോലും അവകാശപ്പെടുന്നില്ല 56% ഉണ്ടെന്ന്. ഇപ്പോൾ ഇവിടെ എങ്ങും നിങ്ങളൊന്ന് ആലോചിക്കണം. സാമൂഹ്യ നീതി എന്ന് പറഞ്ഞ് വാഹനം എടുത്ത 4 വട്ടം മതേതരത്വം പ്രത്യേകിക്കുന്ന ലീഗുകാർ ഈഴവ സമുദായവും പിന്നോക്ക സമുദായത്തിനെയും കൊണ്ടുനടന്നിട്ട് എത്ര കൊല്ലം കൊണ്ടുനടന്ന് ഞങ്ങൾ എത്രയോ ലക്ഷം രൂപ പാർലമെൻറ്റ് മാർച്ച് വരെ ഉൾപ്പെടെയുള്ള ചെയ്ത്, എന്നിട്ട് അവസാനം വഞ്ചിക്കപ്പെട്ടില്ലേ? വേണ്ട, നിങ്ങളവിടെ മനസ്സിലാക്കുക. അവർ വിളിച്ചപ്പോൾ പോകാതെ എന്നപ്പോൾ തൊട്ടല്ലേ എന്നെ എതിർക്കാൻ തുടങ്ങിയത്. ഇവരല്ലേ യഥാർത്ഥ വർഗീയവാദി, ഇവരല്ലേ. ഇവർ മതേതരത്വം പറയുന്നെങ്കിലും ഇവിടെ മതത്തിന് അധിഷ്ഠിതമല്ലേ. ഇവർക്കെതിരായി പറയുന്ന മുസ്ലിംകാരെ പോലും ഇവർ വെച്ചേക്കുമോ? അവരെല്ലാം തകർത്ത് കൊല്ലുകയും ചെയ്ത ചരിത്രങ്ങളില്ലേ ഇവരുടെ?